നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, എം സ്വരാജ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ശക്തനായ ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പലപ്പോഴും നമ്മൾ വളരെ സാഗൂതം കേട്ടിരിക്കുകയും ചെയ്യും. അദ്ദേഹം ഈ തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന, അതായത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവി, അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു താരതമ്യം അദ്ദേഹം നടത്തുകയുണ്ടായി. അതിലേറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി പറഞ്ഞൊരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ചില ധാരണയുണ്ട്. ഇവരോട് ഒരു ചെറിയ ഒരു കാര്യത്തിന് പോലും അസഹിഷ്ണുത അല്ലെങ്കിൽ ഒരു കാണിച്ചാൽ പോലും അവർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് എം സ്വരാജ് പറയുന്നത്. സത്യമാണത്. കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെറിയ തെറ്റ് കാണിക്കാം. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ മോഷ്ടിക്കും, അതായത് കള്ളന്മാരെന്ന് തന്നെയാണ് എം സ്വരാജ് വിളിക്കുന്നത്. കോൺഗ്രസ്സുകാർ മോഷ്ടിക്കുമെന്നുള്ള കാര്യം ഇവർക്കെല്ലാവർക്കും ഇതിലെ പൊതുജനത്തിനൊരു ധാരണയുണ്ട്. കോൺഗ്രസ്സുകാർ ഇങ്ങനെയാണ്. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ആദ്യം പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, കേരളത്തിലെ ഏറ്റവും, അത് എം സ്വരാജ് തന്നെ പറയുന്ന കാര്യമാണ്, കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും ശക്തനായ നേതാവാണ് കെ കരുണാകരൻ. അതായത് ഇന്നുള്ള നമ്മുടെ ദേവസ്വം ബോർഡ് വകുപ്പും അതോടൊപ്പം ആരോഗ്യവകുപ്പും കൈകാര്യം ചെയ്യുന്ന കെ മുരളീധരൻ്റെ അച്ഛൻ, BJP നേതാവായ P പത്മജയുടെ പിതാവ്. ഈ കെ കരുണാകരന് വേണ്ടിയിട്ട് ഒരു സ്മാരക മന്ദിരം പണിയാൻ വേണ്ടി സ്ഥലം ഈ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ചിരുന്നു. ഈ സ്ഥലത്ത് ഒരു സ്മാരക മന്ദിരം പണിയാൻ വേണ്ടിയിട്ട് കല്ല് പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തോട് തന്നെ, അതായത് എം സ്വരാജിനോട് കോൺഗ്രസ് നേതാവ് തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ കല്ലിടുന്നത് തന്നെ അപൂർവമായിട്ടാണ്, അത് വയനാട്ടിൽ സംഭവിച്ചുള്ളതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമാണ് എന്ന് ഒരു കോൺഗ്രസ് നേതാവ് പോലും എം സ്വരാജിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അതേ ഉദാഹരിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ, ഇവിടെ കെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ എക്കാലത്തെയും സമുന്നതനായ നേതാവ്, ആ നേതാവിന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഭൂമി അനുവദിച്ചു കൊടുത്തിരുന്നു. ആ ഭൂമിയിൽ ഒരു കല്ലിടാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 തവണ ഈ കെ കരുണാകരൻ സ്മാരകത്തിന് വേണ്ടി പണപ്പിരിവ് നടത്തിയ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് പാർട്ടി എന്നാണ് എന്ന് സ്വരാജ് പറയുന്നുണ്ട്. ഈ 4 തവണ പിരിവെടുത്തിട്ടും ഈ തുക എവിടെ പോയി എന്ന് പൊതുജനം അന്വേഷിച്ചിട്ടില്ല. ഒരു മുൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ പൊതുജനത്തിൻ്റെ കയ്യിൽ നിന്നുകൂടി പിരിവ് കോൺഗ്രസ് പാർട്ടി നടത്താറുണ്ട്. അപ്പോൾ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും അധികം കോൺഗ്രസ് പ്രവർത്തകരും ഇത്രയും അധികം ആളുകളുമുള്ള ഒരു സംസ്ഥാനത്ത് ഇത് ഒരു സ്മാരക മന്ദിരം പണിയാനുള്ള തുക പിരിഞ്ഞു കിട്ടിയില്ല എന്ന് പറയുന്നത് എത്രത്തോളം മൗഢ്യമാണ്, ജനങ്ങളെ എത്രത്തോളം പൊട്ടന്മാരാക്കുന്ന കാര്യമാണ് എന്നാണ് എം സ്വരാജ് ചോദിക്കുന്നത്. പക്ഷേ ജനങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം 4 തവണ പിരിവെടുത്തിട്ടും ഈ ഒരു തവണ അബദ്ധം പറ്റിയിട്ട് പോലും നമ്മൾ പഠിച്ചില്ല, 2 തവണ അബദ്ധം പറ്റിയിട്ടും നമ്മൾ പഠിച്ചില്ല, 3 തവണയും 4 തവണ അബദ്ധം പറ്റിയിട്ടും നമ്മൾ പഠിച്ചില്ല. അപ്പോൾ ഇനി 5ാമതൊരു തവണ കൂടി ഈ സ്മാരക മന്ദിരത്തിന് പിരിവ് നടത്താൻ വേണ്ടി കോൺഗ്രസ്സുകാർ ഒരുങ്ങുന്നു. അപ്പോൾ 5ാമത്തെ തവണയും ജനങ്ങളെ പറ്റിക്കാൻ പോകുന്നു എന്നർത്ഥം. ഈ 5 തവണയും പിരിവെടുത്താലും ഈ സ്മാരക മന്ദിരം നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും ഒരു തവണ കൂടി പിരിവെടുക്കാൻ ഈ കോൺഗ്രസ്സുകാർ രംഗത്തിറങ്ങും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? 6ാം തവണയും കരുണാകരന് വേണ്ടി സ്മാരക മന്ദിരം പണിയാൻ നമ്മൾ അവസരം കൊടുക്കും, അല്ലെങ്കിൽ പണം നൽകും. എന്നാലും നമ്മൾ ചോദിക്കില്ല, അല്ലയോ നേതാക്കന്മാരെ, കഴിഞ്ഞ 5 തവണയായി നിങ്ങൾ പിരിച്ചുകൊണ്ടുപോയ തുക എവിടെ എന്ന് ആരെങ്കിലും ചോദിക്കുമോ? ഒരാൾ പോലും ചോദിക്കില്ല. കാരണം എന്താ? നമ്മുടെ ജനം കോൺഗ്രസ്സിന് അതിന് അനുമതി കൊടുത്തിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. അതിന് അനുമതി കൊടുത്തിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ മാധ്യമങ്ങൾ പോലും അത് ചോദ്യം ചെയ്യില്ല. കാരണം എന്താ? മാധ്യമങ്ങൾ പോലും കോൺഗ്രസ്സിന് അതിനു വേണ്ട അനുമതി നൽകിയിട്ടുണ്ട് എന്നർത്ഥം. അതേസമയം ഇവിടെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവിനെ ഒരു ദിവസം ഒരു മാധ്യമ സ്ഥാപനം വിളിച്ചിരുത്തിക്കൊണ്ട് കേരളത്തിലെ ഒരു നേതാവിന് വേണ്ടി പിരിച്ചെടുത്ത, അതായത് രക്തസാക്ഷി ഫണ്ട്, ആ രക്തസാക്ഷി ഫണ്ട് കൈയിട്ട് വാരി, അതായത് ഒരു തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി മാത്രം പിരിച്ച തുക കൈയിട്ട് വാരി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ KK രാഗേഷ് അടക്കമുള്ള, അല്ലെങ്കിൽ അവിടുത്തെ V മധുസൂദൻ എന്ന് പറയുന്ന മുൻ MLA അത് കൈയിട്ട് വാരി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ വിവാദമുണ്ടാക്കി. ഒരു MLA മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ V മധുസൂദൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നിന്ന ഒരു കേസിൽ എന്താ സംഭവിച്ചത്? കേരളം ഒട്ടുക്ക് ചർച്ച ചെയ്യപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തി. കേരളം ഒട്ടുക്ക് ചർച്ച ചെയ്യപ്പെട്ടു. ഇത് CPMൻ്റെ പതനമായി കണ്ടു. CPMകാർ മുഴുവൻ കള്ളന്മാരാണെന്ന് പൊതുജനം വിധിയെഴുതി. അതേസമയം ഈ തുക ചെലവഴിച്ചതിനെക്കുറിച്ചും ഈ തുക സംബന്ധിച്ചും അന്വേഷണം പാർട്ടി കൃത്യമായി അന്വേഷിക്കുകയും കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തതിനെക്കുറിച്ച് എവിടെയും പരാമർശിച്ച് കണ്ടില്ല. നമ്മൾ എന്ത് ചെയ്തു? കോൺഗ്രസ് പാർട്ടി പോലെയല്ല. അതേസമയം ഇവിടെ ആലോചിച്ച് നോക്കൂ, 4 തവണ പിരിവെടുത്തിട്ടും ആ തുക മുഴുവൻ ഒരു നേതാവ്, അതായത് കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയുടെ സ്മാരക മന്ദിരത്തിന് വേണ്ടി 4 തവണ പിരിവെടുത്ത തുകയും എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല.
പക്ഷേ ഒരു രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച ഫണ്ട് കേരളം ഒട്ടുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ പരാതിയുമായി രംഗത്തേക്ക് എത്തിയപ്പോൾ അത് ഏതറ്റം വരെ ടി എ മധുസൂദനടക്കമുള്ള ആൾക്കാർ ഇതിനകത്ത് കുറ്റക്കാരാണെന്ന് വരുത്തി തീർത്ത് കേരളത്തിലെ സഹാക്കന്മാർ മുഴുവൻ കള്ളന്മാരാണ് എന്ന് പറഞ്ഞു വരുത്തുകയല്ലായിരുന്നോ? ജനറലൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? അല്ലേ? അവിടെ നമ്മൾ മനസ്സിലാക്കണം, അത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. അതേസമയം ഇവിടെ ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിക്ക് ഈ പറയുന്ന ടെൻഡർ കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ശക്തമായ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് കേരളം ഒട്ടുക്ക് വ്യാപരിപ്പിച്ചു. അപ്പോൾ അതോടുകൂടി പൊതുജനത്തിൻ്റെ കണ്ണിൽ എന്ത് സംഭവിച്ചു? ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്ന് പറയുന്നത് വലിയ ഒരു കൊള്ള സംഘമായി മാറി. ഈ പറയുന്ന ഇടതുപക്ഷക്കാർ കൊള്ളയടിക്കുന്ന പണം നിക്ഷേപിക്കാനുള്ള സ്ഥലമാക്കി ഊരാളുങ്കൽ സൊസൈറ്റിയെ പൊതുജനത്തിന് മുമ്പിൽ ചിത്രീകരിച്ചു. ജനം അത് വിശ്വസിച്ചു. കാരണം എന്താ? കമ്മ്യൂണിസ്റ്റുകാർ കൊള്ളയടിക്കാൻ പാടില്ല എന്ന് ജനത്തിനൊരു ചിന്തയുണ്ട്. അതേസമയം പി കെ ബഷീർ സഭയിൽ നിന്നുകൊണ്ട് പറഞ്ഞു അവർ കള്ളന്മാരല്ല, അവർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഊരാളുങ്കലിനെ കുറിച്ച് പറഞ്ഞു. അവരുടെ വർക്ക് പെൻഡിങ് വരുന്നത് അവർക്ക് വർക്ക് ലോഡ് കൂടുതലായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ക്രമവിരുദ്ധമായ യാതൊരു നടപടികൾ ഊരാളുങ്കലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ അതും കേട്ടു. ആലോചിച്ച് നോക്കൂ, പൊതുജനം നമ്മളെ CPM-നെ കാണുന്നതും കോൺഗ്രസിനെ കാണുന്നതിന് തലമാണ് പറയുന്നത്. ഇതാ ഇവിടെ നോക്കിക്കോളൂ, കേരളത്തിൽ പിന്നെ ലോകത്തേക്ക് ടൗൺഷിപ്പ് രൂപീകരിക്കുന്നത് വയനാട്ടിലായിരുന്നു. വയനാട്ടിലെ ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ CPM-ന് വോട്ട് ചെയ്തില്ല എന്നുള്ള വാസ്തവമാണ്. അതേസമയം കല്ലിടിയിൽ നടത്തിക്കൊണ്ട് അത്രയും ഒരു വയനാട് എന്ന് പറയുന്ന ഒരു ജനതയെ മുഴുവൻ വഞ്ചിച്ച പാർട്ടിക്ക് വിജയം നൽകി സമ്മാനിച്ചവരാണ് മലയാളികൾ. അപ്പം നമുക്ക് അവിടെയുള്ളവർക്കറിയാം, വയനാടിൻ്റെ പേരിൽ അവിടുത്തെ ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം പിരിച്ചിട്ടുണ്ട് എന്നറിയാം. ഈ പണം എവിടെ പോയി എന്ന്, ഈ പണം ചെലവാക്കപ്പെട്ടിട്ടില്ല എന്നും, ഒരു വീട് പോയിട്ട് ഒരു കല്ല് പോലും, ആ കല്ലിൻ്റെ പുറത്ത് ഒരു കല്ല് പോലും എടുത്ത് വെച്ചിട്ടില്ല എന്നും എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ വിശ്വസിക്കുകയായിരുന്നു പൊതുജനം. അപ്പോൾ അവർക്ക് മോഷ്ടിക്കാനുള്ള എല്ലാ പ്രിവിലേജും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ പറയുന്ന കല്ലിടിയിൽ കഴിഞ്ഞ് മാസം ഇത്ര കഴിഞ്ഞിട്ടും 100 ദിവസത്തിനപ്പുറം എത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വാക്ക് പോലും KPCC അധ്യക്ഷനും ഇന്ന് വൈദ്യുത വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സണ്ണി വക്കീലിനോട് ഒരു വാക്ക് പോലും ആരും ചോദിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരാളും ചോദിക്കുന്നില്ല, ഒരു മാധ്യമപ്രവർത്തകരും ചോദിക്കുന്നില്ല. അവിടെ പണി തുടങ്ങിക്കഴിഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കള്ളം പറഞ്ഞ ആൾ ഇന്ന് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയോട് വയനാട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്നൊരു അക്ഷരം മിണ്ടാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ചോദിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നേതാവിനോട്? ഇന്ന് അവിടെ അതിൻ്റെ ചുമതല വഹിച്ച ആള് ഇന്ന് ടി സിദ്ദിഖ് എന്ന് പറയുന്ന MLA ഇന്ന് മന്ത്രിയാണെന്ന് കൃഷി വകുപ്പിൻ്റെ. അദ്ദേഹത്തോട് ചോദിച്ചോ ആരെങ്കിലും വയനാട്ടിൽ നിങ്ങൾ കല്ലിട്ടുള്ളതല്ലേ പണി നടത്തുന്നില്ലേ എന്ന്? ഇല്ല, നമ്മൾ ആരും ചോദിച്ചില്ല. എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? അവർക്ക് കക്കാനും മുക്കാനും നക്കാനുമുള്ള അവകാശം നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മുടെ M സ്വരാജ് വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ്. M സ്വരാജിൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. ഇവിടുത്തെ പൊതുജനം ചോദിക്കില്ല കോൺഗ്രസിനോട്, നിങ്ങൾ ആ പണം എന്ത് ചെയ്തു, ഞങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചോ? ചോദിക്കില്ല, ഒരു ഘട്ടത്തിൽ പോലും ചോദിക്കില്ല, അല്ലെങ്കിൽ ചോദിക്കാൻ അനുവദിക്കില്ല അവരാരും. ഇതാണ് പ്രശ്നം. സണ്ണി ജോസഫ് എപ്പോഴെങ്കിലും കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? ഈ പറയുന്ന അവിടുത്തെ ചുമതലയുള്ള മന്ത്രിയായ ടി സിദ്ദിഖ് എപ്പോഴെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ? ആ വയനാട് എന്ന് പറയുന്ന 3 മണ്ഡലമുള്ള ആ വയനാട്ടിൽ IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ NM വിജയൻ്റെ മരണത്തിന് കാരണക്കാരനായ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന IC ബാലകൃഷ്ണൻ പോലും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വിജയിച്ച് കയറി വന്ന ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. അപ്പോൾ എവിടെയാണ് ജനങ്ങൾ അഴിമതിക്ക് എതിരായി പ്രവർത്തിക്കുന്നത്? അഴിമതിക്കെതിരായി ഞങ്ങൾ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ സർക്കാർ, ഈ പറയുന്ന പൊതുജനം എവിടെയാണ് അഴിമതിക്ക് എതിരായി വോട്ട് ചെയ്തത്? അഴിമതിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, പാമോയിലും കുംഭകോണം അടക്കമുള്ള എത്രയോ അഴിമതികൾ നടന്നിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം. ഇതൊക്കെ നമ്മൾ മറന്നുപോയോ? ഇവിടുത്തെ സൗരോർജ്ജത്തിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ സൗരോർജ്ജവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു പ്രോജക്റ്റ് സമർപ്പിക്കാൻ വേണ്ടി എത്തിയപ്പോൾ അവരെ എന്താ ചെയ്തതെന്ന് പിന്നീട് നമ്മൾ കേരളത്തിൽ അവർ തന്നെ വിളിച്ചു പറഞ്ഞ കഥകൾ നിരവധിയാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാരെ മുഴുവൻ ഇരുട്ടത്ത് നിർത്തുന്ന കഥകളായിരുന്നു ആ സ്ത്രീ പിന്നീട് പീഡന കഥകളായിരുന്നു അവർ പിന്നീട് പറഞ്ഞു കടന്നത്. അപ്പോൾ ഒരു സംരംഭയ്ക്ക് പോലും സ്വന്തം സംരംഭം തുടങ്ങാനുള്ള അവസരം പോലും നൽകാതെ അവരെയും ചൂഷണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുകൂടി ഓർക്കണം എന്നുള്ള ഒരു രീതിയിലാണ് M സ്വരാജ് തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.